ഹായ്. അപ്പോൾ രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കാൻ മെയിൻ കാരണം എൻ്റെ മകനാണ്. രാവിലെ എനിക്ക് സമയം ഉണ്ടാവില്ല വീഡിയോ എടുക്കാനും സ്റ്റിച്ചിങ് ചെയ്യാനും. അപ്പോൾ രാത്രിയാണ് നമ്മുടെ പരിപാടി മുഴുവനായിട്ട്. അപ്പം ഈ ഒരു വീഡിയോ എന്തോ ഉദ്ദേശിക്കുന്നത് നമ്മൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് തയ്ക്കാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ എത്ര റേറ്റ് വരും, സ്റ്റിച്ചിങ് ചാർജ് എത്ര വരും, മെറ്റീരിയലിന് എത്ര ടോട്ടൽ എമൗണ്ട് വരും, ഇതെല്ലാം കൂടി ചേർന്ന് എത്ര എമൗണ്ട് വരും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കാം. ഫ്രണ്ടിന് വേണ്ടിയിട്ട് അവൾ എനിക്ക് പൈസ തന്നിട്ട് ഞാൻ പരാഗ ഫാഷനിൽ നിന്നും പോയി എടുത്തിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അവൾ എനിക്കൊരു എന്താ പറയുക ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തയ്ച്ചാൽ അമ്പർല പോലെ തയ്ച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. നമുക്ക് മെറ്റീരിയലും അവൾ ഇന്നതുപോലെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ നമ്മളെടുത്തത്. ബ്ലാക്ക് കളറിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന അധികം തിളക്കമില്ലാത്തതുമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടത്. അപ്പം ഇതിന് മീറ്ററിന് വരുന്നത് 280 രൂപയാണ് കേട്ടോ. അപ്പോൾ 280 രൂപ 5 മീറ്ററിൽ എടുത്തതിന് 1400 രൂപയാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് ക്രേപ്പ് മെറ്റീരിയലാണ്. ഇതും പരാഗ ഫാഷനിൽ നിന്ന് തന്നെയാണ് എടുത്തത്. ക്രേപ്പ് മെറ്റീരിയൽ 4 മീറ്ററിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയർ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്ര മീറ്റർ നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ ക്രേപ്പിന് 4 മീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 45 രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. അപ്പോൾ ടോട്ടലി 180 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് അവൾ പറഞ്ഞത് ഷോള് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഷോള് ക്രേപ്പിൻ്റെ തന്നെ ക്രേപ്പിറ്റല്ല, ഷോള് ജോർജറ്റിൻ്റെ തന്നെ. ഇത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഗ്രേഷ് കളറ് വരും കണ്ടോ. അപ്പോൾ കൈ വയ്ക്കുമ്പോൾ വേറെ കളറാണ് വേണ്ട. അപ്പോൾ ഒരു ഗ്രേഷ് കളർ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഷോൾ എടുത്തത് 2.5 മീറ്ററാണ് കേട്ടോ. അപ്പോൾ അതിന് 190 രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ടോട്ടൽ നമുക്ക് ബില്ല് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഷോള് ഞാൻ സെപ്പറേറ്റ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക ഷോളിൻ്റെ പൈസ ഞാനിവിടെ 190 രൂപ സെപ്പറേറ്റ് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്ക് ഇത്രയാണ് ബില്ല് വന്നിരിക്കുന്നത് 1770. ഇത് മെറ്റീരിയലിൻ്റെ മാത്രം റേറ്റാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ നമുക്ക് വേറെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ മെറ്റീരിയലിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇപ്പോൾ സിമ്പിളായിട്ട് ഇത് മൊത്തം പലയിടത്തും പല റേറ്റാണ്. ബുട്ടിക്ക് ലെവലിൽ സ്റ്റിച്ചിങ്ങിന് വേറെ റേറ്റ്, അതേപോലെ സാധാരണ ടൈലറിങ് ഷോപ്പിൽ വേറെ റേറ്റ്, അല്ലാണ്ട് ഒരു ബ്രാൻഡായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേറെ റേറ്റ്. അപ്പോൾ തന്നെ നമ്മൾ റെൻറ്റിൻ്റെയും റേറ്റിൻ്റെ വ്യത്യാസം നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു അംബ്രല്ല, അത് പ്രിൻസസ് കട്ടിൽ നമ്മൾ എന്താ പറയുക ഒരു ഇതൊക്കെ പ്രിൻസസ് കട്ടൊക്കെ വെച്ച് തയ്ക്കുമ്പോൾ ഏകദേശം ഒരു 800 രൂപ 1200 രൂപ വരെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് വാങ്ങാനായിട്ട് പറ്റും. സാധാരണ ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ലെവലൊക്കെ അറിയുന്ന ആൾക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര റേറ്റിൽ നമുക്ക് വാങ്ങാം. അതായത് ഇനിയിപ്പോൾ അതിനോട് ചേർത്തൊരു ഫുൾ സ്ലീവ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ 150-300 രൂപ നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ സിബ്, അതേപോലെ ലൂപ്പ് വർക്ക് അതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 100-250 ലെവലിലൊക്കെ നമുക്കത് ആഡ് ചെയ്ത് മേടിക്കാം. അപ്പോൾ അതേപോലെ ലൈനിങ്, അതേപോലെ ക്യാൻ ഇതൊക്കെ വെക്കുന്നുണ്ടെന്ന് വെച്ചാൽ 200-500 രൂപ വരെ നമുക്കതിൽ വാങ്ങാൻ കഴിയും. ഇനിയിപ്പോൾ മൊത്തം ഏകദേശം ഒരു ലെവൽ നോക്കുകയാണെന്ന് വെച്ചാൽ 2000-2500 രൂപ വരെ നമുക്ക് സാധാരണ ഒരു ടൈലറിങ് ചെയ്യുന്ന ഒരാൾക്ക് അംബ്രല്ല ഫ്ലെയർ ഒരു 5 മീറ്റർ ലെവലിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 2000-2500 രൂപ റേറ്റിൽ നമുക്ക് വരെ വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം ഞാൻ ചെയ്യുന്ന ലെവല് അപ്പോൾ 2000. ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിന് മെറ്റീരിയലും സ്റ്റിച്ചിങ് റേറ്റും കൂടിയിട്ട് 2800 രൂപയോട് അടുത്ത് വരുന്നുണ്ട്. അതായത് മെറ്റീരിയലും സ്റ്റിച്ചിങ് റേറ്റും കൂടിയിട്ട്. ഇനിയിപ്പോൾ അഥവാ നമ്മളാണ് മെറ്റീരിയലും എല്ലാം എടുത്ത് ചെയ്യുന്നത് എങ്കിൽ കാശ് അവർ തന്നിട്ടൊന്നുമില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ അതിനും റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരും. ഇപ്പോൾ ഏകദേശം റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കും. ഇപ്പോൾ ബുട്ടിക്ക് ലെവലായിട്ടുള്ളൊരു സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നത് എന്നുണ്ടെന്ന് വെച്ചാൽ ഡിസൈനർ അനാർക്കലി നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെന്ന് വെച്ചാൽ 2500-3500 അത്രയൊക്കെ റേറ്റ് വാങ്ങും. അത് പ്രിൻസസ് കട്ട് ഫിനിഷിങ്ങിലും പ്രിൻസസ് കട്ട് ഫിനിഷിങ്ങിലാണെന്ന് വെച്ചാൽ 300-600 രൂപ വരെ വാങ്ങാം. അതേപോലെ തന്നെ ഫുൾ സ്ലീവ് ലൂപ്പ് ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ 200-400 രൂപ വരെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സിബ് വയ്ക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതിൽ നല്ല ഫിനിഷിങ്ങിലോട് കൂടിയ ചെയ്യണമെന്ന് വെച്ചാൽ 100 രൂപ
250 രൂപ 300 രൂപ അതിന് തന്നെ മേടിക്കാൻ പറ്റും. മൊത്തം ഏകദേശം ബുട്ടിക് ലെവൽ സ്റ്റിച്ചിങ്ങിന് 3500 5000 ആ ലെവലിലൊക്കെ വാങ്ങാനായിട്ട് പറ്റും. അത് എന്തുകൊണ്ട് എത്ര റേറ്റ് അവർ മേടിക്കുന്നത് എന്നുണ്ടെന്ന് വെച്ചാൽ അകത്തും പുറത്തും നല്ല ഫിനിഷിംഗ് ആയിരിക്കും. വേറെ നമ്മൾക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ട് വരില്ല, പെർഫെക്റ്റ് ഫിനിഷിങ്ങിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 3500 5000 റേറ്റ് വരുന്നത്. അപ്പോൾ സാധാരണക്കാരൊക്കെ ആണെന്ന് വെച്ചാൽ വീട്ടിലൊക്കെ ചെയ്യുന്നവരാണ് ഉണ്ടെന്ന് വെച്ചാൽ ഇത്ര റേറ്റ് വാങ്ങണമെന്ന് കുഴപ്പമില്ല, അവർക്ക് എക്സ്പീരിയൻസും ഉണ്ട്, ഫിനിഷിങ് അറിയാമെന്നുണ്ടെന്ന് വെച്ചാൽ അവർക്കും ഇത്ര റേറ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഏകദേശം റേറ്റിൻ്റെ കാൽക്കുലേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഇതിൽ ലൂപ്പ് വയ്ക്കാനുണ്ട്, സിബ് വയ്ക്കാനുണ്ട്, ഇന്നർ ബട്ടൺ വെക്കാനുണ്ട്, അതേപോലെ തന്നെ ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഇനി ക്യാനൊക്കെ വെക്കണമെന്ന് വെച്ചാൽ 500 രൂപ 300 രൂപ നമുക്ക് അതിൽ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ക്യാനിങ്ങിൻ്റെ റേറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും അതേപോലെ അറിവുകളും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളാം. അപ്പോൾ ഇനി ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബൈ.